പ്രൈസ് ലോർഡ്. വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന് 8 വാക്യത്തിൽ നാം വായിക്കുന്നു, ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഫോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്യിലത്രേ. അത് രണ്ടാമത്തെ മരണം. ഇവിടെ ഭീരുക്കൾ എന്ന് പറയുന്നതിനെക്കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ മഹോപദ്രവ കാലത്ത് പല പ്രിയപ്പെട്ടവരും അവരുടെ ജീവനെ സംരക്ഷിക്കേണ്ടതിന് വേണ്ടിയിട്ട് അവർ ഭീരുക്കളാകും. അങ്ങനെ അവർ അന്ത്യക്രിസ്തുവിനെയും മുദ്രയൊക്കെ ആരാധിക്കും. അവരെയാണ് ഇവിടെ ഭീരുക്കൾ എന്ന് പറയുന്നത്. അവർ രക്ഷിക്കപ്പെട്ടവരല്ല. ഓക്കെ, അവർ ജീവന് വേണ്ടി നിത്യജീവനെ കളയുന്നവരാ. കർത്താവ് ഉപമ പറഞ്ഞപ്പോൾ അലസനായ ഒരു കാര്യസ്ഥനെക്കുറിച്ച് പറയുന്നുണ്ട്. അവന് യജമാനൻ കൊടുത്ത താലന്ത് യജമാനെ ഭയപ്പെട്ടിട്ട് കൊണ്ട് ഒളിച്ചു വെച്ചു. അവനും ഭീരുവാണ്. കൊടുത്ത താലന്തുകൾ ഭയന്ന് ചെയ്യാതിരിക്കുന്നവൻ, അവനും ഭീരുവാണ്. സ്വന്തം ജീവന് വേണ്ടിയിട്ട് കർത്താവ് യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവരാരും യഥാർത്ഥത്തിൽ നിത്യത അവകാശമാക്കാൻ സാധ്യതയില്ല, അവകാശമാക്കുകയില്ല. കർത്താവ് യേശുവിൻ്റെ കാലത്ത് അനേക മതമേധാവികൾ, പരീശന്മാർ, ശാസ്ത്രിമാരൊക്കെ കർത്താവിനെ വിശ്വസിച്ചിരുന്നു. പക്ഷെ അവർ ഏറ്റുപറയാൻ സന്നദ്ധത കാണിച്ചില്ല. പരസ്യമായിട്ട് അവർ ഭീരുക്കളാണ്. അവരെക്കുറിച്ച് കർത്താവ് പറയുന്നത്, അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. ഇന്നും അങ്ങനെ ഒത്തിരി പേരുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർ, യേശു ദൈവമാണെന്ന് അംഗീകരിക്കുന്നവർ ഏറ്റുപറയാൻ മടിക്കുന്നു. പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. ഇവർ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ സ്നാനമേൽക്കുന്നില്ല. കാരണം അവ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള, സമൂഹത്താലുള്ള മാനം അവർ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇത് നാം പഠിക്കുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ദൈവമക്കളെന്ന് പറയുന്ന പ്രിയപ്പെട്ടവരും എല്ലാവരും വലിയ ബലവാന്മാരൊന്നുമല്ല. ഈ കൂട്ടത്തിലും ഭയവും പേടിയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരെല്ലാം അങ്ങ് നിത്യത നഷ്ടമാക്കി കളയുമോ എന്ന് ചിന്ത ചില ഭരിക്കുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല. 2 തിമോഥെയോസ് 1:7 വായിക്കുന്നു, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ഓക്കെ, അപ്പോൾ അവിശ്വാസികളിൽ വ്യാപരിക്കുന്ന ആത്മാവല്ല ദൈവമക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ്. അവർ കർത്താവിനെ ഏറ്റു പറഞ്ഞവരാ, ദൈവനാമത്തിൽ സ്നാനമേറ്റവരാ. അതുകൊണ്ട് അവർ ആത്മാവ് ജീവിക്കുന്നവരാ. ദൈവാത്മാവുള്ളവർ ഭീരുക്കളല്ല. രക്ഷിക്കപ്പെടാത്തവർ, ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തവർ, കർത്താവ് യേശുക്രിസ്തുവിനെ ഏറ്റുപറയാൻ മടിക്കുന്നവർ, അവരാണ് ഭീരുക്കൾ. അവരെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3:36 നാം വായിക്കുന്നുണ്ട്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. അപ്പോൾ അനുസരണം അവിടെ ഒരു പോയിൻ്റാണ്. പലരും വിശ്വസിക്കുന്നു എന്ന് പറയുന്നൊന്നുമില്ലെങ്കിലും അനുസരിക്കാത്തത് ഭയന്നത് കൊണ്ടാണ്. അവരെപ്പറ്റി തുടർന്ന് യോഹന്നാൻ പറയുന്നത്, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. കാരണം ഭയം. വീണ്ടും യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ
5-ാം അധ്യായം 10-ാം വാക്യം 1-ാം ലേഖനത്തിൽ പറയുന്നു, ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യം ഉണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തൻ്റെ പുത്രനെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായികയാൽ അവനെ അസത്യവാദിയാക്കുന്നു. അപ്പോൾ ആരാണ് ഭീരുക്കൾ? വിശ്വസിക്കാത്തവർ. അതോ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭയം കൊണ്ട് ഏറ്റുപറയാൻ മടിക്കുന്നവർ, അല്ലെങ്കിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭയം കൊണ്ട് അനുസരിക്കുവാൻ മടിക്കുന്നവർ, അവരെ ആ ഫിരിക്കൽ ഗണത്തിൽ കൂട്ടാൻ കൊണ്ട് സാധിക്കും. എന്നാൽ യഥാർത്ഥ വിശ്വാസികൾ ലോകത്തെ ജയിച്ചവരാ. അനിപ്പടി യോഹന്നാൻ പറയുന്നുണ്ട്, 5-ാം അധ്യായം 1 യോഹന്നാൻ 4 മുതൽ 5 വാക്യങ്ങൾ വായിക്കുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? അപ്പോൾ കർത്താവ് യേശു ദൈവത്തിൻ്റെ പുത്രനാകുന്നു എന്ന് വിശ്വസിക്കുന്നവൻ ലോകത്തെ ജയിച്ചവനാണ്. വിശ്വാസികൾ ധൈര്യമായിട്ട് മുമ്പോട്ട് പോകണം. ആ വിശ്വാസികൾ ചെറിയ പേടിയും ഭയമൊക്കെ ഉണ്ടാകാം. ദൈവത്തെ ആശ്രയിച്ച് വിശ്വസിച്ച് ധൈര്യമായിട്ട് മുന്നേറണം. നാം ജീവിക്കുന്ന കാലഘട്ടം വളരെ മോശമാണ്. കർത്താവ് യേശുക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞാൽ ശിക്ഷ വാങ്ങുന്ന ഒരു കാര്യത്തിലേക്ക് നാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മടിച്ച് തള്ളിപ്പറയേണ്ടതായ ഗതികളിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജയാളികളായിട്ട് ജീവിച്ച് നിത്യതയിൽ പ്രവേശിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകുമാറാകണം. അതിനാ നമ്മളെ വിളി. ദൈവം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.